ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വിൻമില്ലിൻ്റെ ഒരു ഇത് കിട്ടി കേട്ടോ. അപ്പം ലച്ചുവിനെ ഞാൻ അവിടെ കുഞ്ഞു വിട്ടിരുന്ന് പെയിൻറ് ചെയ്യുവാണ്. ലച്ചുവിനെ ഞാൻ അവിടെ ഇറക്കി നിർത്തിയേക്കുവാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് വിൻഡ് മില്ല്, 2 എണ്ണം ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കിൽക്കി ക്ലിഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഞങ്ങളധികം ഇറങ്ങുന്നില്ല, കാരണം കുഞ്ഞിസ് ഇവിടെ ഇരുന്ന് കളർ ചെയ്ത് എല്ലാം അടിപൊളിയാക്കുവാണല്ലോ. കാണിച്ച് സൂപ്പർ. ഈ അറ്റ്ലാന്റിക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് കണ്ട് നമ്മൾ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ എവിടെ തിരിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ അറ്റ്ലാന്റിക് ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരുപാട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മതിയാവും ശരിക്കും പറഞ്ഞാൽ. ഇത് നോക്കിക്കോ. ഇനിയിപ്പം നമ്മൾ ഈ കിൽക്കി ക്ലിഫിൻ്റെ റോഡ് വഴി ഡ്രൈവ് ചെയ്തിട്ട് ഈ സൈഡ് അങ്ങോട്ട് കിടക്കുന്നത് ആ റൂട്ടുകളെല്ലാം കിൽക്കി ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് വരുന്ന റൂട്ടാണ് കേട്ടോ. ഇത് അറ്റ്ലാന്റിക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ലോക്കൽ റോഡ് എന്ന് വെച്ചാൽ ലോക്കൽ റോഡ് വഴി പോയാലേ നമുക്ക് ഈ റൂട്ട് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി കിൽക്കി ബീച്ചിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ബീച്ചിലൊന്നും ഇറങ്ങാൻ പ്ലാനില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ ലോക്കൽ റോഡ് വഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും കടലായിരിക്കും, അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ലാൻഡും ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡ് റോഡ് വഴി നേരെ കിൽക്കിയിലേക്ക്, ചെറിയൊരു ടൗൺ ആണ് കിൽക്കിയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കോഫിയൊക്കെ കുടിക്കും, പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കിൽക്കി ക്ലിഫ്. അപ്പം നമ്മൾ ഈ കണ്ട് വന്ന സ്ഥലങ്ങളെല്ലാം കിൽക്കി ക്ലിഫിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ.
ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കിൽക്കി ബീച്ചിൽ എത്തിയിട്ടുണ്ട്. കിൽക്കി ബീച്ച് നിന്നെ ഇറക്കുന്നില്ല ഇതിന്. കുഞ്ഞുവിന് ബീച്ച് വേണ്ട, നമുക്ക് പേടിയാ. കേറിയാ കുഞ്ഞു ഓടിയോടുന്നു. എന്താ പേടിയാ എലിയാലോ? എന്താ പേടി? നമുക്ക് പിന്നെ ഒരു ദിവസം ബീച്ചിൽ കളിക്കാനായിട്ട് വരാം. ഓക്കെ, പിന്നെ ഒരു ദിവസം നമുക്ക് ബീച്ചിൽ മറ്റേ സാൻഡൊക്കെ കളിക്കാനായിട്ട് വരാം. സാൻഡ് മറ്റേ സ്നോ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കാനായിട്ട് വരാം. ടോയ്സ് എടുത്തോണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ഇന്നിപ്പോ കുളിക്കാൻ പറ്റത്തില്ല, നമുക്ക് അന്ന് കുളിച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കളിച്ച് അങ്ങനെ കളിച്ചിട്ടൊക്കെ പോവാം. ഇപ്പഴല്ല പിന്നെ ഫ്രണ്ട്സ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കിൽക്കിയിൽ ഇന്ന് ഒരു ബുധനാഴ്ചയാണ്. അപ്പം വീക്ക് ഡേ ആയതുകൊണ്ട് ചില റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ അല്ല, പക്ഷേ ടേക്ക് അവേസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മളൊരു കോഫി എടുക്കാനാണ് മെയിനായിട്ട്, കോഫി സ്നാക്സ് മാത്രമേ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നൊരു ചെറിയ ഇവിടെ ഒരു കബാബ് ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കബാബും കോഫിയും കിട്ടുവാണെങ്കിൽ കോഫിയും വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇവിടെ കണ്ടോ ചെറിയൊരു ടേക്ക് അവേ ഷോപ്പുണ്ട്, പോയി നോക്കിയിട്ട് വരട്ടെ എന്തായാലും. അപ്പം നമ്മൾ പക്ഷേ ജസ്റ്റ് 2 ടേക്ക് അവേ എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഇത് കബാബാണ്, ഇവരുടെ കബാബ് വിത്ത് സാലഡ്സും കാര്യങ്ങളും. ഇതിനകത്ത് ഇത് ചിക്കൻ ഷവർമ എന്ന് പറയുന്നത് മാറി, അത് നമ്മുടെ ഗൾഫിലെ ഷവർമ പോലത്തെ അല്ല, ഇവിടുത്തെ ഒരു സ്റ്റൈല് ചിക്കൻ ഷവർമ. ഇത് കബാബ് കേട്ടോ. അപ്പം നമ്മൾ ഇതും കഴിച്ച് ഇനി അങ്ങ് വീട്ടിലേക്ക് പോവാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ഒരു കോഫിയും കൂടെ എടുക്കും. ഇവരുടെ ടേക്ക് അവേയിൽ കോഫി ഇല്ലായിരുന്നു, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഡയറ്റ് കോക്കും അങ്ങനെയുള്ള കാര്യങ്ങളും. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? അപ്പം എനിക്ക് കബാബ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഡോണർ കബാബാണ്. അപ്പം ഞാൻ പറഞ്ഞ ട്രെയിൽ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങനെ സാലഡ്സും കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ട്രെയിലാണ് തന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളൊരു പാർക്കിങ്ങിൽ കൊണ്ടിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തൊക്കെ നോക്കിയിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം റെസ്റ്റോറൻറ്റുകൾ ശരിക്ക് അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ റെസ്റ്റോറൻറ്റ് വീക്ക് ഡേയ്സുകളിലായിരിക്കും അവർക്ക് അവധി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ചൊവ്വയും ബുധനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവധി കൊടുക്കുന്നത്. ബാക്കിയുള്ള ദിവസം വ്യാഴവും വെള്ളിയും ശനിയും ഞായറൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ ഈ ട്രാവൽ നടത്തുന്നത് ഒരു വെനസ്ഡേ അല്ലേടി, വെനസ്ഡേ അത് ശരിക്കും. അപ്പം മിക്കവാറും ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ചിലപ്പം ഓഫായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് കഴിക്കട്ടെ.